Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. She wants to say hi. 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 No, എന്താ ശരി. Hi. ഉറക്കൊന്നുമില്ലേ? കറക്റ്റ് 12 മണിക്ക് ഇരിക്കോ? ഉറക്കൊന്നുമില്ല മാം. ഇപ്പൊ ആ ക്ലാസ് റെക്കോർഡ് എടുക്കുമ്പോ തുടങ്ങും. റെക്കോർഡ് എന്ന് പറയുന്നില്ല, അപ്പൊ എണിച്ചിട്ടിരിക്കും. ശരി. ബൈ ബൈ. ടാറ്റാക്കി. ക്ലാസ്സിൽ ഇരുന്നോട്ടോ. ഓക്കെ മാം. ഓക്കെ. Okay, then we can start. Prayer ആയിട്ടില്ലല്ലോ. Please. ഞാൻ പാടാം ma'am. Okay. In the name of God, in the name of God, the beneficent, the merciful, praise be to God, Lord of the worlds, the beneficent, the merciful, honor of the day of judgment, we worship, we astray, guide us the right path, guide us the right path. In the name of God, in the name of God, the beneficent, the merciful, praise be to God, Lord of the worlds, the beneficent, the merciful. Thank you, Miss. പേരെന്തായിരുന്നു? അത് കാണുന്ന പേരെല്ലാം തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചേ. ബുഷിറ. ശരി. ഓക്കെ പുഷ്പ, നൈസ്. ഒരു പ്രത്യേക ടോൺ അല്ലെ, നമ്മളൊക്കെ എവിടേക്കോ കേട്ട് മറന്ന എന്തൊക്കെയോ ഒരു ടോണോ. ഓക്കെ ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാൻ? പ്ലീസ്. ഇല്ല. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എവിടെയായി? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് അല്ലേ? Before moving to our topic, let me ask you something. നമ്മളിപ്പോ ഓരോ ക്ലാസ്സിലും എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നുണ്ട് അല്ലേ? സോ ഒരു ലീഡർ എങ്ങനെയായിരിക്കണം എന്നാണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ? യെസ്. ആർക്കോ അഭിപ്രായമില്ലേ? ഒരു ലീഡർ എങ്ങനെയായിരിക്കണം? ക്ലാസ് ആകെ സൈലന്റ് ആയിപ്പോയി. ഒന്നും പറയാനില്ല. ക്ലാസ് എടുക്കാം. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? കേൾക്കാനിട്ടാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം മാം. പിന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം, മോട്ടിവേറ്റഡ് ആയിരിക്കണം. പിന്നെ ഒരു ക്ലാസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ പാർഷ്യാലിറ്റി കാണിക്കാൻ മൊത്തത്തിൽ ഈക്വൽ ആയിട്ട് ഈവൺ ആയിട്ട് വേണം പെരുമാറാനായിട്ട്. പിന്നെ നല്ല ആക്റ്റീവ് ആയിരിക്കണം. സോ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആണ് അശ്മി പറഞ്ഞത്. ഒരു ലീഡർ എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ ചോദിച്ചപ്പോ അല്ലെ, അത് ക്ലാസ് അല്ല, ഒരു ഗ്രൂപ്പ്. ഒരു എന്തൊരു കാര്യം നമ്മളൊരു ഗ്രൂപ്പ് ചെയ്യുമ്പോ ചിലപ്പോ ഗ്രൂപ്പിൽ പല പല അഭിപ്രായങ്ങൾ വരും. എല്ലാ അഭിപ്രായങ്ങളും മാനിക്കാനും
അത് സോർട്ട് ഔട്ട് ചെയ്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് എല്ലാവർക്കും കൺവിൻസ്ഡ് ആകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റണം അല്ലെ ലീഡർ എന്ന് പറഞ്ഞിട്ട്. നമ്മള് രാഷ്ട്രീയത്തിലും ലീഡേഴ്സിനെ കാണാറുണ്ട്, അല്ലാതെ പല പല അതർ സിറ്റുവേഷൻസിലും ലീഡേഴ്സിനെ കാണാറുണ്ട് അല്ലെ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്നു ടീച്ചർ അശ്വി പറഞ്ഞ പോലെ പാർഷ്യാലിറ്റി പാടില്ല. പണ്ട് സ്കൂളുകളിലെ പേരെഴുതിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പം വളരെ ക്ലോസ് ഫ്രണ്ട്സിന്റെ പേര് എഴുതിയ പ്രശ്നം, എഴുതിയില്ലെങ്കിൽ പ്രശ്നം, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ഇഷ്യൂസ് അന്നുണ്ടായിരുന്നു അല്ലെ. ഉദ്ദേശിച്ചത് ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുമ്പോ മെയിനായിട്ട് അതാണ് ഉദ്ദേശിച്ചത്. ബോർഡിൽ എഴുതുമ്പോ പിന്നെ ഫ്രണ്ട്സിന്റെ പേര് എഴുതി കഴിഞ്ഞാല് അവര് പിന്നെ കുറച്ച് ചേർത്തിട്ട് മിണ്ടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ബോർഡിൽ നമ്മൾ വർത്താനം പറഞ്ഞ പേര് എഴുതുമ്പോ അത് പാഷ്വാലിറ്റി പെട്ടെന്ന് പറഞ്ഞത്. പിന്നെ നല്ല ലിസണബിൾ ആയിരിക്കണം, എല്ലാവരുടെയും പ്രോബ്ലംസ് കേൾക്കാനും അതിനനുസരിച്ച് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മളിപ്പോ ലീഡർ കാണും. നമ്മൾ രാഷ്ട്രീയത്തിലും കാണാറുണ്ട് ലീഡേഴ്സിനെ. ജോൺ സി മാക്സ്വെൽ, അദ്ദേഹം ഒരു അമേരിക്കൻ ഓതർ, ഒറേറ്റർ, പ്രഭാഷകൻ, പിന്നെ ഒരു പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എ ലീഡർ ഷോസ് ദ വേ, നോസ് ദ വേ, ഗോസ് ദ വേ. വളരെ ആപ്റ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൈമിങ് സെന്റൻസ്, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രസം തോന്നും, പക്ഷെ അതിലെല്ലാം ഉണ്ട്. ലീഡ് ഷോസ് ദ വേ, വഴി കാണിക്കുന്നു. നോസ് ദ വേ, കാണിക്കുന്ന വഴി അദ്ദേഹത്തിന് നല്ലപോലെ അറിയണം. പറവൂർന്ന പറയാ ട്രിവാൻഡ്രം വരെയുള്ള വഴി അതല്ല, ആ തെരഞ്ഞെടുത്ത വഴി കറക്റ്റ് ആയിരിക്കണം. നോസ് ദ വേ ആൻഡ് ഗോസ് ദ വേ, അവരോടൊപ്പം പോവുകയും വേണം. നല്ല കഷ്ടപ്പാട് നിറഞ്ഞൊരു വഴിയാണെങ്കിൽ ആ കഷ്ടപ്പാട് ലീഡറും അറിയണം, അല്ലാണ്ട് അണികളെയൊക്കെ ആദ്യം വിട്ട് അവരനുഭവിക്കട്ടെ എന്നുള്ള രീതിയിലല്ല. അപ്പൊ ഒരു 3 കാര്യങ്ങള് കണക്ട് ചെയ്തിട്ടാണ് ജോൺ സി മാക്സ്വെൽ അത് പറഞ്ഞത്. ലീഡർ ഷോസ് ദ വേ, ഗോസ് ദ വേ, നോസ് ദ വേ. അങ്ങനെയുള്ള ഒരാളായിരിക്കണം ലീഡർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ ആള് ലീഡറാണ് പുറത്തുനിന്ന് നോക്കുന്ന ഒരാള് അറിയേ ചെയ്യരുത്, അതുപോലെ ആയിരിക്കണം ഒരു ലീഡർ. മുന്നിലുമല്ല പുറകിലുമല്ല, ഇവരുടെ കൂടെ പോകുന്ന ഒരാളായിരിക്കണം ലീഡർ. 2, ഞാൻ ലീഡറാണ്, ഞാൻ ഫ്രണ്ടിൽ നിൽക്കും, എല്ലാത്തിനും ഞാൻ മുന്നിൽ നിൽക്കും, അതല്ല. ഐ ഷുഡ് ഗെറ്റ് അപ്രീസിയേഷൻ, അതുമല്ല ലീഡർ എന്ന് പറയുന്നത്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ്, നിങ്ങൾ ആ മെത്തേഡിലേക്ക് കൂടുതൽ കയറുവാണ്. അപ്പൊ ഞാനൊന്ന് പറയുവാണ്, ചില എക്സ്പീരിയൻസസ് റിഫ്ലക്ഷൻസ് കൊണ്ട് കൂടിയാണ് ഷെയർ ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. നമുക്ക് മോണ്ടിസോറി മെത്തേഡിന്റെ കുറെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ആ മെത്തേഡിൽ നിന്നും എന്താ പറയാ, നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് മൾട്ടിപ്പിൾ റിസൾട്ട് ഉണ്ടാകുമെന്ന് പറയില്ലേ, അതുപോലെ മോണ്ടിസോറി മെത്തേഡിന്റെ മൾട്ടിപ്പിൾ പോസിറ്റീവ് ഫാക്ടേഴ്സ്, പോസിറ്റീവ് ന്യൂട്രിയൻസ് എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ, നമ്മളുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോസിറ്റീവ് ന്യൂട്രിയൻസ് ആണ് സെൽഫ് ലവ്, മ്യൂച്വൽ ലവ്, സെൽഫ് റെസ്പെക്ട്, മ്യൂച്വൽ റെസ്പെക്ട്, കോപ്പറേഷൻ, സഹകരണം എന്ന് പറയില്ലേ, കോപ്പറേഷൻ, ദെൻ റെസിപ്രോക്കൽ ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ്, പരസ്പരം സഹായിക്കുക അല്ലെ, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സഹായിക്കുക, റെസിപ്രോക്കൽ ഹെൽപ്പ്. എന്നെ ഇപ്പോ അജിത ഒരു ഹെൽപ്പ് ചെയ്തു, എന്റെ മനസ്സിൽ ഇത് എപ്പോഴും ഉണ്ടാവും. എപ്പോഴെങ്കിലും അത് അജിതയ്ക്ക് എനിക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റണം. അജിതയ്ക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ആവശ്യം വരുമ്പോൾ ഞാൻ അജിതയെ ഹെൽപ്പ് ചെയ്യണം. ആ ഒരു ഓർമ്മ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതാണ് റെസിപ്രോക്കൽ ഹെൽപ്പ്. ഇതൊക്കെയാണ് മോണ്ടിസോറി മെത്തേഡിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന വാല്യൂസ്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമ്മള് ഞാനാണ് ഏറ്റവും ടോപ്പ്, എന്നെ എല്ലാവരും അങ്ങ് മാനിക്കണം, ഞാനാണ് രാജാവ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഇവിടെ ഈക്വൽ ആണ്, എല്ലാവരും പ്യുവർ സോൾസ് ആണ്, എല്ലാവരും ഈക്വൽ ആണ്, എല്ലാവരും പ്യുവർ സോൾസ് ആണ്. നമ്മള് പ്യുവർ സോൾസ് ആകണമെങ്കിൽ നമ്മുടെ ഹൃദയം പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം എവ്രി ടൈം. എന്നാൽ മാത്രമാണ് മുന്നിൽ വരുന്ന വളരെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ്, അവരുടെ മനസ്സിൽ യാതൊരു കളങ്കവും ഇല്ല, അങ്ങനെയുള്ള വളരെ നിഷ്കളങ്കരായ കുട്ടികളാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അവരെ ഡീല് ചെയ്യാൻ നമ്മൾക്ക് യോഗ്യത ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ ഹാർട്ട് പ്യൂരിഫൈഡ് ആയിക്കൊണ്ടേയിരിക്കണം. ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മുടെ ഹൃദയം പ്യൂരിഫൈഡ് ആയി കൂടിക്കൊണ്ടിരിക്കണം. ആ ഒരു പ്യൂരിഫിക്കേഷൻ. തലയില് കുറെ ടെൻഷൻസും ആരോടുള്ള ദേഷ്യവും ആ ഒരു വെറുപ്പും ഒക്കെ വെച്ചുകൊണ്ട് ഒരിക്കലും ഈ കുട്ടികളുടെ മുന്നിലേക്ക് പോകരുത്. അതൊക്കെ മാറ്റി വെക്കുക, അതൊക്കെ ശുദ്ധീകരിച്ച് പ്യൂരിഫൈ ചെയ്തിട്ട് വേണം ഈ കുട്ടികളുടെ മുന്നിലേക്ക് പോകാൻ. ഇപ്പോഴേ നിങ്ങൾ അതിന് യോഗ്യരായിന്ന്
ഞാൻ പറയുള്ളൂ. ഞാൻ നല്ല ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ആ ഒരു പ്യൂരിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഇത്രയും പേർക്ക് ഇന്ററാക്ട് ചെയ്യും. എന്റെ മനസ്സ് ശരിയാകാതെ വന്ന് ഞാൻ എന്റെ മനസ്സിൽ ഫുള്ള് അസൂയയും കുശുമ്പും കുത്തി നിറച്ചിട്ട് ഞാൻ വന്ന് നിന്ന് ക്ലാസ് എടുത്താൽ ഒരിക്കലും ഞാൻ ചെയ്യുന്നത് സ്ട്രോങ്. ഞാൻ അതിനൊട്ട് യോഗ്യല്ല. ആ ഒരു ക്ലാസ്സിൽ കയറാൻ തന്നെ ഒട്ടും ഉള്ളില്ലാന്ന് തന്നെ പറയുള്ളൂ. അപ്പൊ ആ രീതിയിൽ നമ്മളുടെ ഹാർട്ട് ഇങ്ങനെ പ്യൂരിഫൈഡ് ആയിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യാനായിട്ട്. ഓക്കെ, അങ്കിത വീഡിയോ ഓൺ ചെയ്തപ്പോ നിങ്ങൾ ആ മോനെ മോളോ ആയിട്ടോ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അവന്റെ ചിരി അത്രയും പ്യൂരിഫൈഡ് ആണ്. ആ കുട്ടിയുടെ മനസ്സും ആ ഒരു ചിരിയിൽ പോലും അതുണ്ട് അല്ലെ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. നമ്മള് ക്വാളിറ്റി ഉള്ളവരായി തന്നെ ഇരിക്കണം. അല്ലാതെ ഞാൻ ടീച്ചർ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം കേട്ടോളണം, അല്ലെങ്കിൽ നല്ല അടി തരും, അല്ലെങ്കിൽ ഇമ്പോസിഷൻ തരും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യിക്കും ഇങ്ങനെ ചെയ്യിക്കും, ഡെസ്കിൽ കയറ്റി നിർത്തും, ബെഞ്ചിൽ കയറ്റി നിർത്തും, ക്ലാസ്സിന് പുറത്താക്കും. അതൊന്നുമല്ല അവിടെ. ഓക്കെ, അപ്പൊ നമ്മളുടെ വളർച്ചയ്ക്ക് അവരാണ് ശരിക്കും കാരണമാകുന്നത്. നമ്മളല്ല അവരുടെ വളർച്ചയ്ക്ക് കാരണം. അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക, ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജോലി. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കണം. അപ്പൊ ലീഡർ എന്നുള്ളത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് പലയിടത്തും. ഞാൻ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു, സോ എല്ലാരും എന്നെ മാനിക്കണം എന്ന് ഒരിക്കലും ഒരു ലീഡർ പറയരുത്. എത്രയോ അങ്ങനെ മിണ്ടാതെ കടന്നുപോയ ലീഡേഴ്സ് ഉണ്ടല്ലേ. അങ്ങനെ എത്രയോ ആളുകൾ വളരെ എമിനന്റ് ആയിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം, മദർ തെരേസ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ കുത്തിഘോഷിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അത് അറിഞ്ഞ് നമ്മൾ അവരെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നു. അവരാവശ്യപ്പെട്ടിട്ടില്ല അവരെത്ര ഒരു പൊസിഷനിൽ കൊണ്ടു നിർത്തണമെന്ന്. ബട്ട് അവരിപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. അതുപോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ ജീവിക്കുന്ന ഏതെങ്കിലും മനസ്സുകളിൽ ജീവിക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ എന്താ പറയുക ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊന്നും ഓർക്കുക. ചെറിയൊരു റിഫ്ലക്ഷൻസ് വന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. ലീഡർ എന്നുള്ളത് എന്തുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്. മേ ബി നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കാം. ഞാൻ അത് നോർമലിനെ കാണുള്ളൂ. അതൊരു പ്രത്യേകതയാണെന്നോ അയാൾ ഭയങ്കര വലിയ ആളാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അങ്ങനെയാണ് നമ്മൾ ആവേണ്ടത്. ഒരാൾക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്നെ പേഴ്സണലി മാം ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അവൾക്ക് വർക്കുകളൊന്നും മുഴുവൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്, അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടി സംസാരിച്ച വേറൊരാളുണ്ട്. അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം റെസിപ്രോക്കൽ ഹെൽപ്പ് അല്ലെങ്കിൽ മ്യൂച്വൽ ഹെൽപ്പ്, ആ ഒരു മ്യൂച്വൽ ലവ് മോണ്ടിസോറി മെത്തേഡ് അവരുടെ ഉള്ളിൽ വന്നു. എന്റെ ഉദ്ദേശം അതേ ഉള്ളൂ. ഈ ഒരു കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യം നിങ്ങൾക്ക് കിട്ടുന്നു. സോ എന്നെ സംബന്ധിച്ച് അത് നോർമലാണ്. അല്ലാതെ ഒരാൾ അത് ചെയ്തു എന്ന് പറഞ്ഞ അയാളെ ഞാൻ ടോപ്പിൽ കൊണ്ടുപോയി കൊണ്ടിരുത്തി പ്രതിഷ്ഠിക്കൊന്നുമില്ല. ഓക്കെ, എന്നോട് വിഷമമൊന്നും തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇത് വന്നു എന്ന് കാണുമ്പോൾ എനിക്ക് സന്തോഷം. യെസ്, ഐ ഹാഡ് ഡൺ സംതിങ്. ഞാൻ ചെയ്തതിനൊരു റിസൾട്ട് വന്നല്ലോ. അതേസമയം ഇങ്ങനെ അല്ലാന്ന് വരുമ്പോഴേക്കും എനിക്ക് തോന്നും ഞാൻ ഫിറ്റ് അല്ല, ഈ ഒരു ജോലി ചെയ്യാൻ ഞാൻ ഇനി കൊള്ളില്ലേ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോകും. ഇങ്ങനെ ഞാനെല്ലാം ചെയ്തു, എന്നെ എല്ലാരും അംഗീകരിക്കണം, എനിക്ക് പ്രൈസ് തരണം എന്നൊക്കെ പറഞ്ഞ് വരുവാണെങ്കിൽ സോറി പ്ലീസ്, ഞാൻ അതിന് അഗെയിൻസ്റ്റ് ആണ്. ഓക്കെ, സോ നമ്മള് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഇസ് യൂണിറ്റ് 3. നമ്മൾ എവിടെ വരെയായി? ഇനി പോകെ ക്ലാസ്സുകളിൽ നമുക്ക് ഫുൾ ഇങ്ങനെ വായിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്നത്തെ ക്ലാസ് എവിടെയാണ് എൻഡ് ചെയ്യുന്നത് അത് കഴിയുമ്പോൾ ഞാൻ പറയും. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നെക്സ്റ്റ് 3-4 പേജസ് വായിച്ചിട്ട് വരാൻ പറയും. അപ്പൊ വായിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും. ബട്ട് ഞാൻ അതിന്റെ കണ്ടന്റ് പറഞ്ഞിങ്ങനെ പോയിട്ട് വീണ്ടും നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. കാരണം നമുക്ക് വായിച്ച് പോകുമ്പോൾ നമുക്ക് സമയം കിട്ടില്ല. നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾ ഇത് ഓൾറെഡി ആകും. ഒരു ഏത് ബാച്ചായിരുന്നു ജോയിൻ ചെയ്തത്? ഒക്ടോബർ അല്ലേ, നവംബർ ആണോ ഡിസംബർ? ജനുവരിയാണ്. സമയമുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തീരുവാണെങ്കിൽ, തീർക്കാൻ വേണ്ടി ഓടുകയൊന്നുമില്ല, നമുക്ക് സമയത്തിന് മുമ്പ് തീരുവാണെങ്കിൽ ആഡഡ് അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവർക്ക് പ്രാക്ടീസിന് പോയിട്ട് നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിറ്റ് ആവും. നിങ്ങളുടെ PG ക്ലാസ്സും ഉടനെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. PG ആയിട്ടുള്ളവരുടെ PG ക്ലാസ്സും ഉടനെ സ്റ്റാർട്ട് ചെയ്യും. 8th ബാച്ചിന്റെ പ്രാക്ടിക്കൽ സെഷൻ ഈ മാസമായിരിക്കും. 9th നെക്സ്റ്റ് മന്ത് ആകാം. നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ
മേ ബി നെക്സ്റ്റ് മന്ത് ലാസ്റ്റോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത മന്ത് ഒക്ടോബറിലോ പ്രാക്ടിക്കൽ സെഷൻസ് ആയിരിക്കും. കാരണം ഈ ഒരു മോണ്ടിസോറി കോർ ടോപ്പിക്സ് എടുക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽസും പറഞ്ഞു പോകാനാണ് പ്ലാൻ. കാരണം തിയറിയും പ്രാക്ടിക്കലും പാരലായി ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. മോഡ്യൂൾ 3 ആണ് കേട്ടോ പ്രാക്ടിക്കൽസ്. പ്രാക്ടിക്കൽ സെഷൻ മോഡ്യൂൾ 3 ആണ്. ആ മോഡ്യൂൾ 3 ഈ മെത്തേഡ് ഞാൻ എടുക്കുമ്പോൾ ടീച്ചേഴ്സ് അതിന്റെ ഡെമോ ക്ലാസ് ഓരോ മെറ്റീരിയൽസും എങ്ങനെയുള്ളതാണെന്ന് മെയിൻ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അത് ടീച്ചേഴ്സ് കാണിച്ചു തരും. നമ്മൾ എവിടെ വരെയായി? ലോ ഓഫ് വർക്ക് 2 പാര കംപ്ലീറ്റ് ആയി മാം. ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആണോ? അത് 2 പാരഗ്രാഫ് കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഏന്ന് പോയിന്റ് ഇല്ലേ ആടുന്ന് വർക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ആ യെസ്, ഷെയർ ചെയ്തേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ലോ ഓഫ് വർക്ക്, അതായത് ഒരു കുട്ടിയുടെ ഒരു ചൈൽഡിന്റെ നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ലോ ഓഫ് വർക്ക്, അതായത് കുട്ടി വർക്ക് ടു പ്ലേ, കിട്ടുന്നതെല്ലാം കിട്ടുന്ന ആക്ടിവിറ്റി അതൊരു പ്ലേ ആണ് എങ്കിലും ദാറ്റ് ഈസ് വർക്കിംഗ്, ആ ഒരു രീതിയിലാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് അതിൽ വരുന്ന ആ ഒരു അഡൾട്ടും കുട്ടിയുമായിട്ടുള്ള ഡിഫറൻസ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഫസ്റ്റ് 2 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കുട്ടിയുടെ മൂവ്മെന്റ്, അതുപോലെ തന്നെ കുട്ടിയുടെ കോൺസെൻട്രേഷൻ എല്ലാം ദാറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം അഡൾട്ട്. കുട്ടി ആ പ്രോസസ് എൻജോയ് ചെയ്യുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് സി മാത്രം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? സി. നോ മാം, A1 സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ? ആ മാം, അത് ഫസ്റ്റിന് മുകളിലത്തെ ഫസ്റ്റ് 2 പാരഗ്രാഫ് അത് കഴിഞ്ഞു. ആ ഓക്കെ ഫൈൻ. സോ എ ആൻഡ് ബി ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്തോ? ഞാൻ വായിക്കാം. The aim of the child's work is not a visible one, but of an internal one, that is for self-construction. An adult work to complete an activity, the child work in order to develop. Through work, he established concentration, high motor development, work habit, and more importantly, his self-concept. Second point, the child attends a law of maximum effort. To succeed by himself, he boosts his efforts. To develop, he must do it himself, and no one can do it for him. In fact, every support given to a child captures his development. ഓക്കെ, സോ ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഇത് കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെന്റിന് അവൻ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു സപ്പോർട്ട്, നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ആ കുട്ടി ആഗ്രഹിക്കാത്ത ടൈമിൽ കേട്ടോ, ആ സപ്പോർട്ട് അവന്റെ ഡെവലപ്മെന്റിനെ സീസ് ചെയ്യും, ക്യാപ്ചർ ചെയ്യും, അറസ്റ്റ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യിക്കും. അപ്പൊ കാരണം ആ ഒരു കോൺസെൻട്രേഷനുണ്ട്, ഹൈ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്നുള്ള മൂവ്മെന്റ്, ആ ഒരു പെട്ടെന്ന് മൂവ് ചെയ്യുന്നു, ആ ഒരു മോട്ടർ ഡെവലപ്മെന്റിന്റെ ആ ഒരു പീക്ക്, ആ ഒരു മൂവ്മെന്റ് നമുക്കറിയാം. കൊച്ചുകുട്ടികളെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് നമ്മളൊന്ന് തിരിയുമ്പോഴേക്കും അവർ പല കാര്യങ്ങളും ചെയ്തു തരും. അവരുടെ മൂവ്മെന്റ്, ആ ഒരു മോട്ടർ ഡെവലപ്മെന്റിന്റെ ആ ഒരു ഫാസ്റ്റ് ഇതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഓരോ തവണയും ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവനൊരു സെൽഫ് കൺസെപ്റ്റ് ഉണ്ടാകും. ആ ചെയ്യുന്ന ആക്ടിവിറ്റിയെ കുറിച്ചൊരു ധാരണ, ഒരു സെൽഫ് കൺസെപ്റ്റ് ഉണ്ടാകും. അപ്പൊ അവൻ അതിൽ കൂടുതൽ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ എക്സ്പേർട്ട് ആയി മാറുവാണ്. അതേസമയം കുട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നീ ചെയ്യണ്ട, ഞാൻ ചെയ്യാം, നീ ചെയ്താൽ അത് ശരിയാവില്ല എന്ന് പറയുമ്പോഴേക്കും ദാറ്റ് വിൽ അഫക്ട് ഹിസ് സെൽഫ് കൺസെപ്റ്റ്, അവന്റെ സെൽഫ് എസ്റ്റീം, അവന്റെ കോൺഫിഡൻസ് എല്ലാത്തിനെയും അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ ഒരു പ്രാവശ്യം കുട്ടി ആ വർക്ക് ചെയ്യുന്നു, അപ്പൊ ഒരു ലോ എന്താ പറയാ, ആ എഫേർട്ട് എടുക്കുന്നതിന്റെ ഒരു ലെവല്, അത് കഴിഞ്ഞ് വീണ്ടും അത് ചെയ്യുമ്പോൾ
മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യും, ബൂസ്റ്റ് ഹിസ് എഫേർട്സ്. കാരണം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അവൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞുങ്ങൾ കോമ്പറ്റീഷൻസിനൊക്കെ ചേരുമ്പോൾ നമ്മൾ കാണാറുണ്ടല്ലേ, ഇപ്പൊ ഓടുന്നതാണെങ്കിലും അങ്ങനെ റിലേ ഒക്കെ ചെയ്യുമ്പോഴേക്കും ടീമിനെ വേണ്ടി ചെയ്യാൻ അവർ ഏറ്റവും മാക്സിമം എഫേർട്ട് അവരെടുക്കും. അപ്പൊ അങ്ങനെ അവൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് അവൻ തന്നെ ചെയ്യണം. അത് വേറൊരാൾ അവന് വേണ്ടി ചെയ്തു കൊടുത്താൽ ആ ഡെവലപ്മെന്റ് പോസിബിൾ ആവില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവന്റെ ഡെവലപ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്യും, അറസ്റ്റ് ചെയ്യും. ഓക്കെ, ഈ സി എന്നുള്ള പോയിന്റ് മാത്രം അതാരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാം. Yes, ma'am. Children use the environment to enhance themselves. Adults use themselves to improve the environment. The adult is no longer developing. He has arrived at the norm of this species. But the child is being in a constant state of transportation. He interacts with the environment and receives impression for his physical development. സൈക്കിക് ഡെവലപ്മെന്റ്. ഓക്കെ, കുട്ടികളെ അവര് വർക്ക് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ്, അവരുടെ സറൗണ്ടിങ്സ് യൂസ് ചെയ്യുന്നു അവരെ ഇംപ്രൂവ് ചെയ്യാൻ, അവരെ എൻഹാൻസ് ചെയ്യും അല്ലെ, അത് അവരെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അഡൾട്ട് എന്ന് പറയുമ്പോഴേക്കും ആ ഡെവലപ്മെന്റിന്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞു, അവർക്ക് ഇനി ഒന്നും ഡെവലപ്പ് ആകാനില്ല. ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള സ്പീഷീസിനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അഡൾട്ട് വലുതായി കഴിഞ്ഞു. പക്ഷെ കുട്ടികൾ അങ്ങനെയില്ല, അവരൊരു ട്രാൻസ്പോർട്ടേഷനിലാണ്, അവർ ആ യാത്രയിലാണ്, ഡെവലപ്മെന്റിന്റെ ഒരു യാത്രയിൽ തന്നെയാണ്. കുട്ടികൾ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, പല രീതിയിലുള്ള ഇംപ്രഷൻസ്, പല കാര്യങ്ങളും അവർ എൻവയോൺമെന്റിൽ നിന്ന് അബ്സോർബ് ചെയ്യും. അത് ഇവരുടെ സൈക്കിക് ഡെവലപ്മെന്റ്, അവരുടെ ഒരു മാനസിക വളർച്ച, മെന്റൽ ഡെവലപ്മെന്റ്, അതിന് ഹെൽപ്ഫുൾ ആണ്. ഈ ഒരു എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും അവിടെ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളും അവർ അബ്സോർബ് ചെയ്യുന്നതും എല്ലാം ഇവരുടെ സൈക്കിക് ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് 2 points. Children work for the purpose of the process. However, the adult is involved with the end and result. At the point, the accent of the child's work is different from the adult. A child of about 3 and 5 years who wanted to work with the 10 cubes of pink tower on a rug would create 10 separated journey all over the room. An adult would never act in the way. The child does not hurry as well as we do towards in the end. By following his rhythm, he is able to accurate himself. കുട്ടികൾ അവരൊരു വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സിന്റെ പർപ്പസ് അതിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ ഒരു ജഗ്ഗില് വെള്ളം നിറയ്ക്കണം, അപ്പൊ അവർക്ക് ആ ഒരു പർപ്പസ് ഉണ്ട്, ഞാൻ ആ ജഗ്ഗില് ഞാൻ വെള്ളം നിറയ്ക്കണം, നല്ലപോലെ നിറയ്ക്കണം അല്ലെ, വെള്ളം പുറത്തേക്ക് പോവാതെയൊക്കെ നോക്കണം. ആ ഒരു പർപ്പസ്, ആ ഒരു പ്രോസസ്സിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് അവരെ അത് ചെയ്യും. പക്ഷെ അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എൻഡ് റിസൾട്ട് മതി, അതായത് ആ ജഗ് നിറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർക്ക്. അതേസമയം കുട്ടികൾ ആ പ്രോസസ് ജഗ് എടുത്തുകൊണ്ട് വരുന്നതും വെള്ളം ഇരിക്കുന്ന പാത്രത്തിൽ നിന്നും അവരെ കൊണ്ട് കൊച്ചു പാത്രം കൊണ്ടായിരിക്കും അതിങ്ങനെ നിറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാം അവർ എൻജോയ് ചെയ്യുന്നു ആ ഒരു പ്രോസസ് തന്നെ. പക്ഷെ അഡൾട്ട് അവർക്ക് എൻഡ് റിസൾട്ട് മാത്രമേ ഉള്ളൂ, അവർക്ക് ഇതിൽ വലിയ എന്റർടൈൻമെന്റ് ഒന്നുമില്ല അങ്ങനെയുള്ള ഓരോ ആക്ടിവിറ്റിക്ക്. കുട്ടികളുടെ വർക്കും അഡൾട്ടിന്റെ വർക്കും സെയിം വർക്ക് തന്നെ രണ്ടുപേർക്ക് കൊടുത്താലും രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ ടോൺ, ആക്സെന്റ്, അതിന്റെ ഒരു രീതി, ദ വേ ഓഫ് ഡൂയിങ് ദ വർക്ക്. 3.5 years 3.5 വയസ്സെന്നാണ്ട് ഉദ്ദേശിക്കുന്നത്, കോമയല്ല, അവിടെ ഡൗട്ടാണ്. അപ്പോ നിങ്ങക്ക് പിങ്ക് ടവർ അറിയോ? പിങ്ക് ടവർ നമുക്കറിയാം, ആസ് ദ നെയിം ഇംപ്ലൈസ് പിങ്ക് കളർ ആണ്. അത് ടവർ ഷേപ്പില്, അത് ഫുൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ ടവർ ഷേപ്പിലിരിക്കും. അത് 10 ക്യൂബ്സ് വരുന്നതാണ് ഈ പിങ്ക് ടവറിന്റെ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പാർട്സ് ഉണ്ട്, ഓരോന്നും ക്യൂബ്സ് ആണ്. അത് മാത്രമല്ല അതിന്റെ മെഷർമെന്റ് 1 സെന്റിമീറ്റർ തുടങ്ങി 10 സെന്റിമീറ്റർ വരെയാണ്. ഏറ്റവും ചെറിയ ക്യൂബ് 1 സെന്റിമീറ്ററും ഏറ്റവും വലിയ ക്യൂബ് 10 സെന്റിമീറ്റർ, അതായത് 1, 2, 3 ആ ഒരു രീതിയിൽ അങ്ങനെ പോകും. അപ്പൊ പിങ്ക് ടവർ കൊണ്ട് വർക്ക് ചെയ്യുന്ന കുട്ടി
ഒരു അഡൾട്ടിനെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അഡൾട്ട് ഇതൊന്ന് വെച്ച് പോകും. വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണാനൊന്നും ചാൻസസ് കുറവാണ്. മേ ബി ഒന്ന് അട്രാക്റ്റഡ് ആകുമായിരിക്കും അതിന്റെ കളർ ഷേപ്പ് ഒക്കെ കൊണ്ട്. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് അതൊരു ജേണി തന്നെയാണ്. ഓരോ ക്യൂബ് എടുക്കുമ്പോഴും കുട്ടി ഓരോന്നാണ് മനസ്സിലാക്കുക. ഒരു അഡൾട്ട് എന്ന് പറയുമ്പോൾ കൈ വലുതാ. അപ്പൊ 10 സെന്റിമീറ്ററിന്റെ ക്യൂബ് എടുക്കാൻ അഡൾട്ടിന് പ്രശ്നം ഉണ്ടാവില്ല. ചിലപ്പോൾ 2-3 ക്യൂബ്സ് ഒരുമിച്ച് കയ്യിലെടുക്കാനും പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ കുട്ടിക്ക് ക്യൂബിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അവന്റെ കൊച്ചു കയ്യില് ചിലപ്പോൾ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അവൻ എല്ലാ ഫിംഗേഴ്സും കൂടെ യൂസ് ചെയ്യും. ചിലപ്പോൾ 2 കൈ കൊണ്ട് എടുത്ത് വെക്കുമായിരിക്കും. അങ്ങനെ അവന് ഓരോ ക്യൂബ് എടുക്കുമ്പോഴും സെപ്പറേറ്റ് ജേണിയാണ് വരുന്നത്. പിന്നെ വെയിറ്റ് പെട്ടെന്ന് തന്നെ അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ വെയിറ്റ് വലിപ്പം കൂടുന്തോറും വെയിറ്റും കൂടി വരുവാണല്ലോ. ആ ബാരിക് സെൻസ്, വെയിറ്റ് മനസ്സിലാക്കുന്ന സെൻസ്. ഓക്കെ, അവർക്ക് സെപ്പറേറ്റ് ജേണിയാണ് ഓരോ ക്യൂബിനെ എടുക്കുമ്പോഴും. പിന്നെ അഡൾട്ട് മേ ബി കറക്റ്റ് ഓർഡറിൽ അങ്ങനെ വെക്കുമായിരിക്കും. പക്ഷെ കുട്ടി ചിലപ്പോൾ 6ഉം 7ഉം തമ്മിൽ മാറിപ്പോവാം, 7ഉം 8ഉം തമ്മിൽ മാറിപ്പോവാം. ആദ്യം 7 വെക്കാം, 8 അതിന്റെ മുകളിൽ വെക്കാം. അപ്പൊ കാണുമ്പോൾ ശരിയായിണ്ടാവില്ല. വീണ്ടും അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. 3-4 മാറാം, 4-5 മാറാം, 5-6 തമ്മിൽ മാറിപ്പോവാം. ചെറിയ ചെറിയ ഡിഫറൻസ് അല്ലേ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കുട്ടിക്ക് ആ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. കുട്ടി ഹറി ആവുന്നില്ല. അവൻ ഇൻട്രസ്റ്ററിലേക്ക് പോകുമ്പോൾ അവൻ അവന്റെ റിഥത്തിൽ തന്നെ അത് ഫോളോ ചെയ്തു പോകുന്നു. അങ്ങനെ അവനെ ആക്യുറേറ്റ് ആക്കുന്നു, കറക്റ്റ് ചെയ്യുന്നു. ആ കൺട്രോൾ ഓഫ് എറർ വരുന്നത് അവനിത് റിപ്പീറ്റ് ചെയ്ത് കറക്റ്റ് ഓർഡറിലാക്കുമ്പോഴേക്കും അവൻ തന്നെ മനസ്സിലാക്കുന്നതാണ് കൺട്രോൾ ഓഫ് എറർ. എവിടെയാണ് എനിക്ക് എറർ സംഭവിച്ചത്, അത് ഞാൻ എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് അവന് തന്നെ മനസ്സിലാകുന്നു. ഓട്ടോ കറക്ഷൻ. അല്ലാതെ വേറൊരാൾ നീ ചെയ്ത് തെറ്റിപ്പോയി, ഇത് ഇങ്ങനെയല്ല വെക്കണ്ടേ. ആ ഒരു സെന്റൻസ് കേൾക്കുമ്പോഴേ ഇവരങ്ങ് ഡൗൺ ആവും. യെസ്, ഐ എം നോട്ട് ഗുഡ്, ഞാൻ ചെയ്താൽ ശരിയാകില്ല, ഒന്നും ഞാൻ ചെയ്താൽ ശരിയാകില്ല എന്നുള്ളൊരു ഫീല് വരും. അത് തന്നെ അവരെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഞാനൊരു വൈവ സെഷനില് വന്നപ്പോ ഒരു മിക്കവാറും കൊച്ചു മക്കളൊക്കെ ഉള്ളവര് അമ്മയുടെ അടുത്ത് തന്നെ ഈ കുട്ടികൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ അവരുടെ വൈവ ചെയ്യാൻ 4 വയസ്സിലൊരു മോൻ, നെക്സ്റ്റ് അക്കാദമിക് ഇയർ അവനെ സ്കൂളിലാക്കാൻ പോവാ. 4 വയസ്സുള്ളൊരു മോൻ. അപ്പൊ എല്ലാ വീട്ടിലെയും സ്ഥിതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാര് ഇതുണ്ടാക്കുമ്പോ ഇവരും കൂടെ കൂടും. അപ്പൊ അവർക്ക് വേണോ അത്. അപ്പൊ അമ്മമാര് പറഞ്ഞു വെക്കുന്നത് വൈവ കഴിയട്ടെ, വൈവ കഴിയുമ്പോൾ നിങ്ങൾക്കത് തരാം. അപ്പൊ അമ്മയെക്കാളും കൂടുതൽ ഈ കുട്ടികളായിരിക്കും വെയിറ്റ് ചെയ്യുന്നത് വൈവ എന്ന് തീരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ വൈവ നടക്കുമ്പോ കുഞ്ഞിങ്ങനെ അടുത്തിങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പം മാറിയിരിക്കുന്നു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സാരില്ല, അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു അസൈൻമെന്റ് എല്ലാം കംപ്ലീറ്റ് ആണോ? അപ്പൊ മോൻ ആൻസർ പറഞ്ഞേ കംപ്ലീറ്റ് ആണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം അവൻ ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകാനായിട്ട്. പിങ്ക് ടവർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നമ്മുടെ ട്രെയിനിയോട് പറഞ്ഞു ആ പിങ്ക് ടവർ ഒന്ന് ഇതാക്കി വെക്ക്, മോനെ കൊണ്ട് ചെയ്യിക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ ആക്കി വെച്ചിട്ട് മോനോട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവനത് നല്ല രീതിയിൽ തന്നെ അത് അറേഞ്ച് ചെയ്യാം. പക്ഷെ ഒരു 7ഉം 6ഉം ആണോ 7ഉം 8ഉം ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് അവന് മാറിപ്പോയി. പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോ തന്നെ അവന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം. അവൻ വേഗം അത് മാറ്റി വെച്ചിട്ട് വീണ്ടും ട്രൈ ചെയ്ത് അവനത് കറക്റ്റ് ആയി. അത് ചെയ്ത് കഴിഞ്ഞപ്പം അവന്റെ ഒരു സന്തോഷം, ഞാൻ കൈ അടിച്ചു കേട്ടോ, കൈ കൊട്ടി. അവനും തന്നെ കൈ ഇങ്ങനെ ക്ലാപ്പ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കുട്ടി. അവന് കിട്ടിയൊരു റിവാർഡാണത്. അവനത് അക്കംപ്ലിഷ് ചെയ്തപ്പോഴേക്കും അവന് ആ ഒരു ചെയ്ത് തീർത്തതിന്റെ വളരെയൊരു സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ, റിവാർഡ്. ഞാൻ പിന്നെ അവന് കുറച്ചു നേരമൊക്കെ സംസാരിച്ചു. അവന് കിട്ടിയ റിവാർഡ് അതായിരുന്നു. പിറ്റേ ദിവസം എനിക്കുള്ള റിവാർഡും കിട്ടി. പിറ്റേ ദിവസം എനിക്ക് ആ ട്രെയിനിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, മോന് മാം പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിക്കണം എന്നാ പറഞ്ഞത്. അതായിരുന്നു എനിക്ക് കിട്ടിയ റിവാർഡ്. അല്ലാതെ നമ്മളിവിടെ ഗിഫ്റ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പരസ്പരം എന്തിനാ ഗിഫ്റ്റ് കൊടുക്കുന്നത് അല്ലേ? ആ കുഞ്ഞിനുള്ള റിവാർഡ് അവനത് ചെയ്ത് അക്കംപ്ലിഷ് ചെയ്തു. നമ്മളൊരു ക്ലാപ്പ് കൊടുത്തപ്പോ തന്നെ അവന് കിട്ടി. പിറ്റേ ദിവസം അവൻ എന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ എനിക്കുള്ള റിവാർഡ് എനിക്ക് കിട്ടി. അല്ലാതെ ഒരു കാശ് കൊടുത്തൊരു ഗിഫ്റ്റ് വാങ്ങുന്നതിനേക്കാളും എത്രയോ വാല്യൂ, ഒരു എന്താ പറയാ, അത്രയും പ്രഷ്യസ് ആയിട്ട് തോന്നിയ ആ ഒരു ഇതല്ലേ. നമ്മൾക്കും അത് തന്നെയാണ് വേണ്ടത്. നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം അവർക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട്, അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുന്നത് തന്നെയാണ്. അതിനുള്ള ഒരു സറൗണ്ടിങ്, ഒരു എൻവയോൺമെന്റ് ഉണ്ടാകുന്നത് തന്നെയാണ് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അവർക്ക് കിട്ടുന്ന റിവാർഡും അത് തന്നെയാണ്. അത് അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്ത്, ഒരു തടസ്സമില്ലാതെ ഫ്രീ ആയിട്ട് ചെയ്ത് അത് ഫുൾഫിൽ ചെയ്യുമ്പോഴേക്കും അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു അക്കംപ്ലിഷ്മെന്റ്, അച്ചീവ്മെന്റ്, ആ ഒരു ഫീൽ തന്നെ നമ്മളെ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡ്. ഓക്കെ, അല്ലാതെ ഞാൻ ഇത്രയും ചെയ്തു എനിക്ക് ഗിഫ്റ്റ് കിട്ടണം, ഗിഫ്റ്റ് അതൊന്നും ചോദിച്ചു വാങ്ങേണ്ട സാധനമില്ലല്ലോ അല്ലെ. ഓക്കെ,
നെക്സ്റ്റ് വൺ, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മൾ ഫസ്റ്റ് കുട്ടി വർക്ക് ടു പ്ലേ, ഓരോ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ കുട്ടി വർക്ക് ചെയ്യുന്നു. അതില് ആ വർക്ക് ചെയ്യുന്ന കുട്ടിയെ നമ്മൾ തടസ്സപ്പെടുന്നത് അവന്റെ ഡെവലപ്മെന്റിനെ അറസ്റ്റ് ചെയ്യും. അതാണ് നമ്മൾ ലോ ഓഫ് വർക്കിൽ കണ്ടത്. ഒരു കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെന്റിൽ ഈ ലോ ഓഫ് വർക്ക്, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലെ ഫസ്റ്റ് സ്റ്റെപ്പായ ലോ ഓഫ് വർക്കിലെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. കുട്ടിക്ക് പറ്റുന്ന ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. കുട്ടിയെ നമ്മൾ ഒരു രീതിയിൽ തടസ്സപ്പെടുന്ന രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്യാതിരിക്കും. അതേസമയം കുറെ അങ്ങ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവന് ഇത് കൺഫ്യൂഷൻ വന്നു, അവന്റെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ ഹെൽപ്പ് അവന് വേണം. അപ്പൊ അവൻ ഒന്നില്ലെങ്കിൽ നമ്മൾ നോക്കും, അല്ലെങ്കിൽ നമ്മൾ വിളിക്കും. അപ്പൊ നമുക്ക് ഇന്റർവെൻ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ കുട്ടിക്ക് ഫ്രീഡം കൊടുക്കണം, അല്ലെ? ദാറ്റ് ഈസ് ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. അതിന്റെ നെക്സ്റ്റ് പേജില് മറിയ മോണ്ടെസോറി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാരഗ്രാഫും കൂടി ഉണ്ട്. അതും കൂടെ വായിക്കാമോ? അതായത് 1, 2, 3 പാരഗ്രാഫ്സ്. Law of independence. Little children. Sorry, ma'am. കുട്ടി ഉറങ്ങിച്ചു. അല്ല, വായിക്കുന്നോണ്ട് പ്രോബ്ലം ഉണ്ടോ? കുട്ടി അവിടെ ഇരുന്നോളില്ലേ, സംസാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അവള് ഇടയ്ക്കൊക്കെ സംസാരിക്കും. അത് കുഴപ്പമില്ല. എന്താ വിഷ്ണുപ്രിയ എന്നാണ് പേര്? വിഷ്ണുപ്രിയ വായിച്ചോളൂ, നോ പ്രോബ്ലം. കുഞ്ഞു ഒച്ച ഉണ്ടാക്കണ്ടല്ലേ, നമുക്കത് പ്രശ്നം മീൻസ് കേൾക്കുന്നില്ല എന്ന് തോന്നുമ്പോ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കാം. അവളെ മിസ്സിനെ കണ്ടിട്ട് മിസ്സിനോട് ഹായ് എന്നൊക്കെ പറയാണ്. ഹായ്, അവിടെ ഇരുന്നോട്ടോ. ഹായ്, അമ്മ വായിക്കാൻ പോവാ, അവിടെ ഇരുന്നോട്ടോ. Independent. Little children from the moment they are weaned. നമ്മൾ സമ്മതിക്കുന്നില്ല. ഓക്കെ ഓക്കെ. അവൾ ആരാണെന്ന് ചോദിക്കുന്നു. പിന്നെ അവൾ ഇറങ്ങി. Little children from the moment they are weaned are making their way towards independence. In their childhood, children fight for independence. Through the purpose of evolution, the child earns more independence and uses this to allow his own inner guide for his actions. For Montessori, the attainment of independence is needed to the child's normal development. No one can be free unless he is independent. The child uses his independence to adhere to his own inner guide for actions in that can be useful to him. In fact, he who is served is controlled in his independence. We habitually serve children, and this is not an only act of servility towards them, but it is dangerous since it tends to suffocate their useful spontaneous activity. Maria Montessori means independence as a biological term. To be independent, one must function without the instant help of others. In human development, the achievement to succeed grades of independence correspond to experience such as learning to walk, talk, reason, and so forth. No animal, however independent, can be free in the sense in which a man can achieve freedom. For the independence of choice is born with the power to think and reason.
ഓക്കെ, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, കൊച്ചുകുട്ടികള് അവര് ദേ ആർ വീൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രീഡ് ഓഫ് ഡിപ്പെൻഡൻസ്. അവര് ഡിപ്പെൻഡ് ചെയ്തായിരുന്നു ജീവിക്കുന്നത്. നമ്മൾ അനിമൽ ബേബീസിനെ ഹ്യൂമൻ ബേബീസിനെ കമ്പയർ ചെയ്തപ്പോ പറഞ്ഞു, ചെറുപ്പം തുടങ്ങിയിട്ട് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡിപ്പെൻഡന്റ് ആണ്. അവർക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ഏജ് എത്തുമ്പോഴേക്കും അവര് ഫ്രീ ആകുന്നു ആ ഡിപ്പെൻഡൻസിന്ന്. അവർ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അവരുടെ വേ ടുവേഴ്സ് ഇൻഡിപെൻഡൻസ്, ആ ഒരു ഇൻഡിപെൻഡൻസിലേക്കുള്ള അവരുടെ മൂവ്മെന്റ്. പലപ്പോഴും ചെറിയ പ്രായത്തില് കുട്ടികൾ ഫൈറ്റ് ചെയ്യൂലേ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട്. ഞാൻ ഭക്ഷണം കഴിച്ചോളാം, ഞാൻ തന്നെ ഷൂ ഇട്ടോളാം, ഞാൻ തന്നെ ഡ്രസ് ഇട്ടോളാം എന്നൊക്കെ അവർക്ക് ചോയ്സസ് ഒക്കെ വരാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ അവർ ഫൈറ്റ് ചെയ്യും. പലപ്പോഴും പാരന്റ്സ് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ് ഇവരെ സമ്മതിക്കില്ല. വേറെ ഒന്നല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ പകുതി താഴെ പോവും, പകുതി പൂച്ചയ്ക്ക് പോവും, പകുതി കിളിക്ക് പോവും, അവരുടെ വായിലേക്ക് ഒന്നും എത്തില്ല, ഒന്നും അകത്ത് കിട്ടില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു കെയർ കൊണ്ടാണ് അവരതൊന്നും അവര് സമ്മതിക്കാത്തത്. അപ്പൊ അങ്ങനെ പിന്നെ അതുമല്ല ഡ്രസ്സിന്റെ ചോയ്സ്, ഇട്ടിട്ടിട്ടിട്ട് നരച്ച ഡ്രസ്സായിരിക്കും അവരുടെ ഫേവറേറ്റ്. അതൊക്കെ ആകുമ്പോ നമ്മളിങ്ങനെ കുറെ ഭയങ്കര നല്ല ഉടുപ്പൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അതൊന്നും ഇടാതെ എപ്പോഴും ഒരേ ഉടുപ്പ് തന്നെ ഇടുമ്പോഴേക്കും നമുക്ക് ദേഷ്യം വരും അല്ലെ. അതും ഒരു പ്രശ്നം. പിന്നെ ഷൂ ഇടുമ്പോഴോ ലെഫ്റ്റും റൈറ്റും തിരിച്ചിടും, അവരെ സംബന്ധിച്ച് അതാണ് ഓർഡർ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ കയറി ഇടപെടുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ് കുട്ടി ആ ഒരു എന്താ പറയാ ഇൻഡിപെൻഡൻസിലേക്ക് പോകുന്ന സമയത്ത് അവരെ അലോ ചെയ്യണമെന്നാ പറയാ. കാരണം എന്താ വെച്ചാല് അനിമൽ ബേബീസിൽ അവര് ജനിക്കുമ്പോൾ തുടങ്ങിയ ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഹ്യൂമൻ ബേബീസിൽ അതുണ്ട്, ഉള്ളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുക, അതിന് സമയമെടുക്കും ഡെവലപ്പ് ആകാൻ. നമ്മൾ പറഞ്ഞു ഒരു ഭ്രൂണാവസ്ഥയിലാണെന്ന് ആ ഒരു മൈൻഡ്, സ്പിരിച്വൽ എംബ്രിയോ. അപ്പൊ അത് പുറത്തേക്ക് വരണം. അതിന് വേണ്ടുന്ന ഒരു ടൈം ആകുമ്പോഴാണ് അവർ ഈ ഫൈറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് പറയുന്നത്. അപ്പൊ അവർക്കറിയാം ഇന്നർ ഗൈഡ് ഓഫ് ആക്ഷൻസ്, അവരെങ്ങനെയാ ചെന്ന് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ആ ഒരു ഫോഴ്സ്. ഇപ്പൊ മറിയ മോണ്ടിസോറി പറയുന്നത് കുട്ടികളുടെ നോർമൽ ഡെവലപ്മെന്റിന് അവര് ഇൻഡിപെൻഡന്റ് ആകണം എന്ന്. ആ ഒരു നെക്സ്റ്റ് സെന്റൻസ് അവർ പറയുന്നത് നോക്കൂ, നോ വൺ ക്യാൻ ബി ഫ്രീ അൺലെസ് ഹി ഈസ് ഇൻഡിപെൻഡന്റ്. എക്സാമിന് ചോദിക്കാറുണ്ട്, നോ വൺ ക്യാൻ ബി ഫ്രീ അൺലെസ് ഹി ഈസ് ഡാഷ്, അല്ലെങ്കിൽ നോ വൺ ക്യാൻ ബി ഡാഷ് അൺലെസ് ഹി ഈസ് ഇൻഡിപെൻഡന്റ്. ഏത് രീതിയിലും ചോദിക്കും. അത് ഞാൻ എപ്പോഴും ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പൊ കുട്ടി ശരിക്കും ആ ഇൻഡിപെൻഡൻസ് യൂസ് ചെയ്യുന്നു, അവന്റെ ഇന്നർ ഗൈഡ്, ഉള്ളിലുള്ള ആ ഇൻസ്റ്റിങ്ക്റ്റ്, ആ ഒരു നമുക്ക് ഇൻസ്റ്റിങ്ക്റ്റ് നല്ല ഒരു പൊട്ടൻഷ്യൽ ആണ് ശരിക്കും. നെബുല എന്നാണ് പൊട്ടൻഷ്യൽ പറയുന്ന പേര് കേട്ടോ. നിങ്ങൾക്ക് വരുന്നുണ്ട് ലാസ്റ്റ് റിസൾട്ടിൽ. ആ ഒരു ഇന്നർ ഗൈഡ് അവനെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് ഒരു കുട്ടി ആകുന്ന ഒരു സമയമാകുമ്പോഴേക്കും എന്താ പറയാ, നമ്മള് ആ ഒരു അവരുടെ ആക്ടിവിറ്റീനെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ നീ വേണ്ട, നീ ചെയ്യണ്ട, അങ്ങനെ ചെയ്യുമ്പോഴേക്കും അത് അവരുടെ നോർമൽ ഡെവലപ്മെന്റിനെ തടസ്സമാകുന്നു എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, എപ്പോഴും കുട്ടികൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, അവരെ സെർവ് ചെയ്തുകൊണ്ടിരിക്കും, അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോസസ് ആണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാല് അത് പലപ്പോഴും കുട്ടികളുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളെയും സഫോക്കേറ്റ് ചെയ്യും. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റി അവരിൽ വരുന്നില്ല. അവരുടെ ഓരോ ആക്ടിവിറ്റിനെയും നമ്മൾ തടസ്സപ്പെടുത്തുന്ന പോലെയാകും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കാൻ. അപ്പൊ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് കൊണ്ട് മറിയ മോണ്ടിസോറി പറയുന്നത് വിത്തൗട്ട് ദ ഇൻസ്റ്റന്റ് ഹെൽപ്പ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ചെയ്യാനായിട്ട് അവർ പ്രാപ്തരാകും. അതാണ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു കുഞ്ഞിപ്പോ നടക്കാൻ പഠിക്കുന്നു അല്ലെ, നടക്കും, 2 സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും വീഴും, വീണ്ടും അവിടെ നിന്ന് എണീറ്റ് നടക്കും, വീണ്ടും വീഴും, അങ്ങനെ 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 അവൻ ബോഡി കൺട്രോൾ, ബോഡി ബാലൻസ് കറക്റ്റ് ആവും. പിന്നെ സംസാരിക്കാൻ, ലേണിംഗ് ടു വാക്ക്, ടോക്ക്, അങ്ങനെ പല പല കാര്യങ്ങളും. നമുക്കറിയാം അനിമലിന്റെ കേസിൽ അവര് ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ ഒരു ഹ്യൂമൻ ബേബി ഇൻഡിപെൻഡന്റ് ആകാനായിട്ട്, ആ ഒരു ഫ്രീഡം അച്ചീവ് ചെയ്യാനായിട്ട് അതിന് ഒരു സമയമെടുത്തു. അതിന് ഒരു ഫ്രീഡം പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് അവര് ഇൻഡിപെൻഡന്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റ് ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ എങ്ങനെ ഇൻഡിപെൻഡന്റ് കൊണ്ടുവരാം എന്നുള്ളതിന് പല പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്.
ഫസ്റ്റ്ലി സെക്കൻഡ്ലി എന്നൊക്കെ പറഞ്ഞ ഓരോരോ പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ വരുന്നത്. ആ ഒരു കാര്യം മാത്രം വായിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ബ്രീഫിംഗ് ഇത്രയേ ഉള്ളൂ. ഒരാൾ ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ അയാൾക്ക് ഫ്രീഡം കൊടുക്കണം. അപ്പൊ ആരും ഫ്രീ ആകില്ല, ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ. ഓക്കെ, ആ ഒരു ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അവരെ ത്രൂ ഔട്ട് ദ ലൈഫ് ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ മൂലം സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും വരില്ല. അറിയാൻ മോണ്ടിസോറി പറയുന്നത് നോർമൽ ഡെവലപ്മെന്റ്, ഒരു കുട്ടിയുടെ നോർമൽ ഡെവലപ്മെന്റിന് ഇൻഡിപെൻഡൻസ് മസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ആ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇൻഡിപെൻഡൻസ് കൊണ്ടുവരാൻ, ടു ബ്രിങ് അപ്പ് ഇൻഡിപെൻഡൻസ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് ഫസ്റ്റ് പോയിന്റ് ആണ് ആ പാരഗ്രാഫിൽ വരുന്നത്. താഴെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നൊക്കെ താഴെ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 5 പോയിന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ആ ഫസ്റ്റ് ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. സ്ക്രോൾ ചെയ്യാട്ടോ. ഓക്കെ, വെച്ചു. ഈ ഒരു പാരഗ്രാഫ് To bring up an independent in Montessori environment, firstly, the child must be given chance to work with a material in the environment. Never do what the child can do for himself. No one can be free unless he is independent. Therefore, the first active sign of the child individual liberty must be so instructed that through activity he may acquire independence. We generally serve children, and this is not only an act of servility towards them, but in the ensure since intends to suffocate their useful subordinates activities or duty towards him is in every case of helping him to make a takeover of such useful acts and nature planned that he should perform. ഓക്കെ, അപ്പം മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇൻഡിപെൻഡൻസ് കൊണ്ടുവരാനായിട്ട് എന്തെല്ലാം ഫാക്ടേഴ്സ്? ഫസ്റ്റ്ലി ആ കുട്ടിക്ക് ചാൻസ് കൊടുക്കുക അല്ലെ, ആ ഒരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാൻ, അതായത് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ആ ഒരു ചാൻസ് പ്രൊവൈഡ് ചെയ്യാൻ. ഇപ്പൊ മെറ്റീരിയൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ മെറ്റീരിയൽ വെച്ചിട്ട് ആ വർക്ക് ഒരിക്കലും നമ്മൾ ചെയ്യരുത്, അവന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യരുത്. കുറച്ചു മുമ്പ് പറഞ്ഞ തന്നെ നോ വൺ ക്യാൻ ബി ഫ്രീ അൺലെസ് ഹി ഈസ് ഇൻഡിപെൻഡന്റ്. അത് ഇൻഡിപെൻഡന്റ് ആയാൽ മാത്രമാണ് അവർക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. കുട്ടിയുടെ ആ ഒരു ലിബർട്ടി, ആ ഒരു സ്വാതന്ത്ര്യം, അതിന് നമ്മൾ തടസ്സങ്ങളൊന്നും വരാതെ അവനെ അത് ചെയ്യാനായിട്ട് അനുവദിക്കണം. പലപ്പോഴും നമ്മൾ സെർവ് ചെയ്യും കുട്ടികളെ, അവരുടെ ഭക്ഷണം, അവർക്ക് ഡ്രസ് ചെയ്യുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ അത് ശരിക്കും നേരത്തെ പറഞ്ഞത് തന്നെ സഫോക്കേറ്റ് ചെയ്യുന്നവരെ, അവരുടെ ആ ഒരു അവർ തന്നെ ചെയ്യേണ്ട പലതും അറസ്റ്റഡ് ആയി പോകുന്നു, തടസ്സപ്പെട്ടു പോകുന്നു, സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന പല കാര്യങ്ങൾ. അപ്പൊ ശരിക്കും ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ വിചാരിക്കും കൊച്ചുകുട്ടികളെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് തടസ്സമാവും. ഹെൽപ്പിംഗ് ഹിം ടു മേക്ക് ടേക്ക് ഓവർ ഓഫ് സച്ച് യൂസ്ഫുൾ ആക്ട്സ് ആസ് നേച്ചർ പ്ലാൻഡ് ദാറ്റ് ഹി ഷുഡ് പെർഫോം. ഓൾറെഡി നാച്ചുറൽ ആയിട്ട് അവൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് അവൻ തന്നെ ചെയ്തോളും. അതിന് നമ്മൾ അവരെ സെർവ് ചെയ്യുമ്പോൾ അത് തടസ്സമായിട്ട് മാറും. ഇൻഡിപെൻഡൻസ് ബ്രിങ് ഔട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ്ലി നമ്മൾ ആ കുട്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റി അത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു ചാൻസ് കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. നമ്മൾ സെർവ് ചെയ്യാതിരിക്കുക, അത് നാച്ചുറൽ ആയിട്ട് അവനിൽ വരണം, അവൻ തന്നെ ആക്ടിവിറ്റി ചെയ്യുന്ന രീതിയിൽ ഫ്രീ ആക്കുക, അതാണ് ഫസ്റ്റ്. ഇനി സെക്കൻഡും തേർഡും പറയുന്നുണ്ട്. ആ 2 സെന്റൻസ് ആയിട്ടാണ് പറയുന്നത്. അത് രണ്ടും ഒന്ന് റീഡ് ചെയ്യാം. സെക്കൻഡ്ലി, തേർഡ്ലി എന്ന് പറഞ്ഞിട്ട് 2 പാരഗ്രാഫിൽ കാണാം, ചെറിയ 2 പാരഗ്രാഫ്. അത് രണ്ടും റീഡ് ചെയ്തു. യെസ് പ്ലീസ്. Secondly, the child must be encouraged to develop his will. The child's strength must be directed towards a given end in the activities chosen for him. Thirdly, the child must be aided in developing discipline. They should be given constructive work. സെക്കൻഡ്ലി, അതായത് കുട്ടി ഫസ്റ്റ് നമ്മൾ കൊടുത്തു അവന് ഫ്രീഡം,
അവന് ചെയ്യാനുള്ള ആക്ടിവിറ്റി, അത് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡവും അത് ചെയ്യാനുള്ള ഫ്രീഡവും ഫസ്റ്റ് ടൈമിൽ കൊടുത്തു. ഇനി അവൻ ആ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു, അവനെ എൻകറേജ് ചെയ്യണം. ഹി മസ്റ്റ് ബി എൻകറേജ്ഡ് ടു ഡെവലപ്പ് ഹിസ് വിൽ. അവൻ അവന്റെ സെൽഫ് ആ വിൽ ഡെവലപ്പ് ആകുന്നതിന് നമ്മളുടെ എൻകറേജ്മെന്റ് വേണം. കുട്ടിയുടെ സ്ട്രെങ്ത്, എന്താണ് അവനുള്ള സ്ട്രെങ്ത്, ആ ആക്ടിവിറ്റി ചെയ്യുന്നതിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കണം. അവൻ ആക്ടിവിറ്റി ചൂസ് ചെയ്തിരിക്കുന്ന ആ ആക്ടിവിറ്റി ചെയ്യുന്നതിലേക്ക് അവന്റെ സ്ട്രെങ്ത് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കണം. യെസ്, യു ക്യാൻ ഡു ദിസ്, ആ രീതിയിലുള്ളതാണ് നമ്മൾക്ക് കൊടുക്കുന്നത്. നീ ഇത് ചെയ്താൽ ശരിയാകില്ല എന്നല്ല നമ്മൾ പറയേണ്ടത്. അവന്റെ വിൽ ജനറേറ്റ്, അവന്റെ ഒരു സെൽഫ് ജനറേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു എൻകറേജ്മെന്റ് അവന് വേണം. തേർഡ്ലി, നമ്മൾ അവനെ ഫ്രീ ആക്കി വിട്ട് അവന് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുത്ത് അവൻ ചെയ്യുന്നതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ താനെ അവനിലുണ്ടാകുന്നതാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോഴേക്കും അവരത് അനുസരിക്കും, അല്ലെ? ഒബീഡിയന്റ് ആയി മാറും. അങ്ങനെയാണ് കുട്ടിയിലെ സെൽഫ് ഡിസിപ്ലിനും ഒബീഡിയൻസും വരുന്നത്. അല്ലാതെ തല്ലിയോ വഴക്ക് പറഞ്ഞോ ഭീഷണിപ്പെടുത്തിയോ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുത്തോ അങ്ങനെ ഒരു രീതിയിൽ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തോ അല്ല നമ്മൾ കുട്ടികളിലെ ഡിസിപ്ലിനും ഒബീഡിയൻസും വരുന്നത്. അത് നാച്ചുറൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. മറിയം മോണ്ടിസോറി പറയുന്നത് ഇങ്ങനെ ഒരു ലിബർട്ടി, ഫ്രീഡം കുട്ടിക്ക് കൊടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട്, അതിന്റെ ഫ്രൂട്ടാണ് സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫ്രീഡം കൊടുത്തത് കൊണ്ടാണ് കുട്ടിയിൽ ആ ഒരു റിസൾട്ട് ഉണ്ടായതെന്നാണ് മോണ്ടിസോറിയുടെ അഭിപ്രായം. സോ തേർഡ്ലി, ചൈൽഡ് മസ്റ്റ് ബി എയ്ഡഡ് ഇൻ ഡെവലപ്പിംഗ് ഡിസിപ്ലിൻ. They should be given constructive work, activity oriented ആയിട്ടുള്ള വർക്കാണ് അവർക്ക് കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ഫോർത്ത് വൺ, ആ 2 പാരഗ്രാഫ്സ് അത് വായിക്കണം. ഫോർത്ത്ലി, അതാരാ റീഡ് ചെയ്യാനായിട്ട് വരുന്നേ? Fourthly, the child is required to know and have a knowledge of good and bad. To accomplish this distinction, the adult must set firm limits against the destructive and the unsociable action. The directors should never be afraid of destroying what is evil. It is what is good she must fear to destroy. Good begin interpreted as any activity which need to order, harmony, self-developing, and therefore to discipline. Evil begin anything which needed to dissipation of the child's creative energies and therefore to disorder. Okay, fourthly, ഗുഡ് ഈവിൾ, ഗുഡ് ബാഡ്, അതിനെ പറ്റിയുള്ള ഒരു വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു നോളജ് കുട്ടിക്ക് വേണം. അത് ഡെഫിനറ്റ്ലി നമ്മൾക്കാണ് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ആ ഒരു ഡിഫറൻസ്. അഡൾട്ട് അതിന് വേണ്ടുന്ന ഒരു ഫേം ലിമിറ്റ്സ്, നമ്മൾ ഫ്രീഡം കൊടുക്കുന്നു എന്ന് പറഞ്ഞു, ബട്ട് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. ആ ഒരു ലൈക്ക് ഇപ്പോ ഡിസ്ട്രക്റ്റീവ് അൺസോഷ്യബിൾ ആക്ഷൻസ് എല്ലാം കുട്ടിയിൽ നിന്ന് വരാം. കാരണം കുട്ടികളെല്ലാം സബ്മിസീവായിട്ട് നോർമലൈസ്ഡ് ആയിട്ട് ചെയ്യണമെന്നില്ല. അവരിലെ ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഉണ്ടാകും. കൈ കിട്ടുന്ന ചെറിയ അവർ വാശി കാണിക്കാറുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ പിന്നെ ഒട്ടും സുഖകരമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്, അൺസോഷ്യബിൾ ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകും. അപ്പൊ അഡൾട്ട് അവിടെ ഫേം ലിമിറ്റ്, സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ ആ ഒരു സ്കൂളിലാണെങ്കിൽ ആ ഒരു ഡയറക്ടറസ്, ആ ഒരു ടീച്ചറിന് ആ ഒരു ലിമിറ്റ് അത് സെറ്റ് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഈവിൾ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കുട്ടിയെ പണിഷ് ചെയ്യുക എന്നുള്ളതല്ല അവിടെ. ആ വരുന്ന ഈവിൾ ആയിട്ടുള്ള ആ ഒരു ഇൻസ്റ്റന്റ് അതിനെ ഇല്ലാതാക്കുക. എന്താണ് ഗുഡ് എന്നുള്ളത്, ബാക്കിയുള്ളതിനെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് അഡൾട്ടിന്റെ ഡ്യൂട്ടി തന്നെയാണ്. അങ്ങനെ അത് പക്ഷെ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്ന രീതിയിലാണ് വ്യത്യാസം. അടിച്ചോ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പണിഷ്മെന്റ് ചെയ്തോ അല്ല. അത് അവരിൽ ഒരു അവയർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അത് മേ ബി ത്രൂ റോൾ പ്ലേ, ത്രൂ സ്റ്റോറി നറേഷൻ, അല്ലെങ്കിൽ കുട്ടിയെ വിളിച്ചിരുത്തി സംസാരിക്കാൻ. ചിലപ്പോൾ ചില കുട്ടികൾ ഭയങ്കര വയലന്റ് നേച്ചർ, ഡിസ്ട്രക്റ്റീവ് ക്യാരക്ടർ ഒക്കെ ആയിരിക്കും. അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ആക്ടിവിറ്റീസ്.
അതിന് വേണ്ടിയിരുന്ന രീതിയിൽ അത് ചിലപ്പോൾ വീട്ടിലും ചെയ്യേണ്ടതായിട്ട് വരും. പാരന്റ്സിനെയും നമുക്ക് അതിൽ ഉൾപ്പെടുത്തി വീട്ടിൽ വരുമ്പോൾ ചെയ്യിക്കാനുള്ള രീതിയിൽ അങ്ങനെ ചിലപ്പോൾ പല ദിവസങ്ങൾ കൊണ്ടായിരിക്കും അവരിൽ മാറ്റം വരുന്നത്. പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് കൊണ്ട് അവർക്ക് മാറ്റം വരില്ല. മേ ബി 2-3 months എടുക്കുമായിരിക്കും ചില കേസസ് ഒക്കെ കറക്റ്റ് ആവാനായിട്ട്. പക്ഷെ ആ രീതിയിലേക്ക് ആക്കി എടുക്കേണ്ടത് ഡയറക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റേറ്ററുടെ ഡ്യൂട്ടി തന്നെയാണ്. അങ്ങനെ ഒരു ഓർഡർ, ഹാർമണി, ഹാപ്പിനെസിന്റെ പീക്ക്, സെൽഫ് ഡെവലപ്മെന്റ്, ഇതെല്ലാം അവിടെ വരണം. ഡിസിപ്ലിൻ, അങ്ങനെ ഈവിൾ ഇല്ലാതാക്കി മാറ്റുന്നു. കുട്ടിയുടെ ക്രിയേറ്റീവ് എനർജീസ് ഓർഡറിലേക്ക് ആക്കാനും ഒരു ഹാർമോണിയസ് വേയിലാക്കാനുമായിട്ട് യൂസ് ചെയ്യുക. ഈവിളായിട്ട് വരുന്ന കാര്യങ്ങളെ എത്രയും പെട്ടെന്ന് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഡയറക്ടേഴ്സിന് അതിന് ലിമിറ്റ്സ് സെറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ ആരോ ഇടയ്ക്ക് വായിക്കാന്ന് പറഞ്ഞു വന്നു, ഞാൻ കണ്ടില്ല ആരാന്ന്. ലാസ്റ്റ് പോയിന്റ് അത് റീഡ് ചെയ്തോളൂ. Lastly, we are required to provide freedom for the child. Only in an atmosphere of freedom can a child work for himself. The adult will have to play a passive role and realize the child to take control of his surroundings. If the adult remains in just usurping the child, he will not realize his full potential. Maria Montessori assumed that in order to be free, one needs to be independent. സോ ലാസ്റ്റ്ലി നമുക്കറിയാം കുട്ടികൾക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയുള്ള ഒരു ഫ്രീഡം, നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ മാത്രമാണ് ആ ഒരു ഫ്രീഡം കുട്ടികൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കുട്ടികൾക്ക് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അഡൾട്ട് അതിന് പറ്റുന്ന ഒരു സറൗണ്ടിങ്, ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം കുട്ടികൾക്ക്. അത് മാത്രല്ല, അഡൾട്ടിന്റെ റോൾ എന്ന് പറയുന്നത് പാസീവാണ്, സബ്മിസീവായിട്ട് നമ്മളിങ്ങനെ സൈഡിൽ നിൽക്കണം. കുട്ടിയാണ് ആക്റ്റീവ്, കുട്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, കുട്ടിയാണ് ആ എൻവയോൺമെന്റിന്റെ ആ സറൗണ്ടിങ്സിന്റെ കൺട്രോൾ ഏറ്റെടുത്ത രീതി ചെയ്യുന്നത്. പക്ഷെ അഡൾട്ട് പാസീവാണ്. പക്ഷെ അപ്പോഴും ഓർക്കണം, ഈവിൾ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ വി ക്യാൻ സെറ്റ് ലിമിറ്റ്സ്. അഡൾട്ട് പക്ഷെ കുട്ടിയെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടിക്ക് കുട്ടിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാകില്ല, റിയലൈസ് ചെയ്യില്ല. അവന്റെ പൊട്ടൻഷ്യൽ, ആ ഒരു കപ്പാസിറ്റി എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അഡൾട്ട് കുട്ടിയെ കണ്ടിന്യൂസ്ലി കൺട്രോൾ ചെയ്തു. മറിയ മോണ്ടിസോറി പറയുന്നത് ഫ്രീ ആകണമെങ്കിൽ വൺ നീഡ്സ് ടു ബി ഇൻഡിപെൻഡന്റ്. വീണ്ടും വീണ്ടും പറയുന്നത് അത് തന്നെയാണ്, വൺ നീഡ്സ് ടു ബി ഇൻഡിപെൻഡന്റ്. അത് നമ്മൾ ഈ പറഞ്ഞ ഓരോരോ പോയിന്റ് ആണ് നെക്സ്റ്റ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 5 പോയിന്റ്സ് പറഞ്ഞു. ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇൻഡിപെൻഡൻസ് കൊണ്ടുവരാൻ എന്തെല്ലാം കാര്യങ്ങൾ ചേർന്നു. ഫസ്റ്റ്, കുട്ടിക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി എടുക്കാനുള്ള ചോയ്സ്, അതിനുള്ള ഫ്രീഡം കൊടുക്കുന്നു, അവനത് ചെയ്യുന്നു, അവിടെ നമ്മൾ തടസ്സങ്ങളൊന്നും വരുത്തരുന്നു. സെക്കൻഡ്, കുട്ടീനെ എൻകറേജ് ചെയ്യിക്കുന്നു, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവനൊരു സെൽഫ് ഫീലിംഗ് തോന്നുന്നു, ആ ഒരു രീതിയിൽ അവന്റെ സ്ട്രെങ്ത് ആ ചെയ്യേണ്ട ആക്ടിവിറ്റിയിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു. തേർഡ്ലി, അവനിൽ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള വർക്ക്, കൺസ്ട്രക്റ്റീവ് വർക്ക് അവന് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഗുഡ് ഈവിൾ തിരിച്ചറിയാനായിട്ട് പറ്റണം. ഫോർത്ത്, ദാറ്റ് ഇസ് അവന്റെ ഡിസ്ട്രക്റ്റീവ് അൺസോഷ്യബിൾ ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ വരുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഡയറക്ടർസ് ഓർ ഫെസിലിറ്റേറ്റർ ഓവറിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. ലാസ്റ്റ്ലി, കുട്ടിക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം, അതിന് വേണ്ടുന്ന അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അഡൾട്ട് പാസീവ് ആയിട്ടിരിക്കുക, കുട്ടിയാണ് അവിടെ ആക്റ്റീവ്. കുട്ടിയെ കൺട്രോൾ ചെയ്യരുത്. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ പൊട്ടൻഷ്യൽ എടുത്ത് അവന് മാക്സിമം പൊട്ടൻഷ്യലില് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ മറിയ മോണ്ടിസോറി പറയുന്നത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ അയാൾക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം. നോ വൺ ക്യാൻ ബി ഫ്രീഡ് അൺലെസ് ഹി ഈസ് ഇൻഡിപെൻഡന്റ്. ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ആരും ഫ്രീ ആവുകയില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പവർ ഓഫ് അറ്റൻഷൻ വരുന്നുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് വിൽ, അതിന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. പിന്നെ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ്, പിന്നെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അതിന്റെ ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് റീഡ് ചെയ്തിട്ട് വരൂ. അതായത് പവർ ഓഫ് അറ്റൻഷൻ, ഡെവലപ്മെന്റ് ഓഫ് വിൽ, അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്, പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, then development of emotional and spiritual life. അതുവരെ വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചിട്ട് വരും. നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആണ്. അത് വായിക്കാൻ പറ്റുന്ന അത്രയും വായിക്കൂ.
നമ്മള് ഡിസ്കസ് ചെയ്ത് പോവാം. വായിച്ച് പോകുമ്പോൾ നമുക്ക് ടൈം ഒത്തിരി എടുക്കണമല്ലോ. ഓക്കെ, ഇനി നോക്കാം. നിങ്ങൾക്ക് സമയമുണ്ട്, എന്നാലും ഞാൻ പറയുക ആ ഒരു രീതിയിലേക്ക് ഒന്ന് ക്ലാസ് മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും തോന്നുന്നു. നമുക്ക് നോക്കാം. പറ്റിയില്ലെങ്കിൽ നമുക്ക് ബാക്ക് ടു നോർമൽ, പഴയ രീതി തന്നെ ആകാം. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് തുടങ്ങേണ്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ സൈൻ ഔട്ട് ചെയ്യാം, ഓർ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാണെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ പ്ലീസ്. Yes, really. Okay, then bye. Take care. Have a nice day. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.